ഫിഫ കാശുണ്ടാക്കുന്നത് വിവിധ മാർഗങ്ങളിലൂടെയാണ്. ഫിഫയ്ക്ക് പലതരം സ്പോൺസർഷിപ്പ് ഡീലുകളുണ്ട്. ഒന്ന് ബ്രാൻഡ് സ്പോൺസർഷിപ്പ് ഡീലുകളാണ്. ആഡിഡാസ്, കോക്കോകോള, ഹുണ്ടായി, വിസ, ഖത്തർ എയർവേസ് തുടങ്ങിയ കമ്പനികളുടെ സ്പോൺസർഷിപ്പാണ് വാങ്ങുന്നത്. വേൾഡ് കപ്പ് ട്രോഫി ലോകമെമ്പാടും കാണുമ്പോൾ അതിനൊപ്പം ബ്രാൻഡുകൾ അവരുടെ പേര് കൂടി കാണിക്കുവാൻ മത്സരിക്കുന്നു. അതിനായാണ് സ്പോൺസർ ചെയ്തത്. 2022 ലോകകപ്പ് വലിയ സ്പോൺസർഷിപ്പ് ഇനത്തിൽ മാത്രം ഫിഫ നേടിയത് 40,000 കോടിയിലധികം രൂപയാണ്. അടുത്തത് സ്റ്റേറ്റ് സ്പോൺസർഷിപ്പ് ആണ്. വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യം പണം നൽകേണ്ടതായുണ്ട്. ഓരോ രാജ്യങ്ങളും 4 വർഷത്തിനിടയിൽ മാത്രം ഉണ്ടാകുന്ന ഈ വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുവാനുള്ള മത്സരത്തിലാണ്. അത് ശരിക്കും ഫുട്ബോളിനോടുള്ള സ്നേഹം കൊണ്ടല്ല, രാജ്യത്തിന്റെ അഭിമാനം ലോകത്തിന് മുമ്പിൽ ഉയർത്തുവാനും രാജ്യത്തെ ടൂറിസം രംഗത്തിന് ലാഭം ഉണ്ടാക്കുവാനുമാണ് ഇത് ചെയ്യുന്നത്. എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്താലും ഫിഫ ഒരു രാജ്യത്ത് വേൾഡ് കപ്പ് നടത്തുവാൻ അനുവദിക്കുന്നില്ല. അതിനായി ആ രാജ്യം ഫിഫയ്ക്ക് ആപ്ലിക്കേഷൻ ഫീസ് നൽകേണ്ടതായുണ്ട്. സ്റ്റേഡിയം ഗ്യാരണ്ടി, ഇൻഫ്രാസ്ട്രക്ചർ ഗ്യാരണ്ടി, VIP ഫാസിലിറ്റി ഗ്യാരണ്ടി എന്നിവയും നൽകേണ്ടതായുണ്ട്. അതായത് ഫിഫ തൊടുന്നതിനും പിടിക്കുന്നതിനുമെല്ലാം എന്തിന് എന്നൊരു മറുചോദ്യമില്ലാതെ കാശ് ഇറക്കിക്കണം. അവരുടെ ഉദ്യോഗസ്ഥർക്ക് VIP സൗകര്യങ്ങൾ നൽകണം. ഇൻസ്പെക്ഷൻ ടീമുകൾക്ക് ഹൈ എൻഡ് സൗകര്യങ്ങൾ കൊടുക്കണം. വേൾഡ് കപ്പിന് അവസാനം സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഫിഫയ്ക്ക് കാശ് കിട്ടും, രാജ്യത്തിന് കുറെ കടബാധ്യതയും ഉണ്ടാകും.